ഹായ് മക്കളെ, അപ്പൊ അടുത്ത ഇമ്പോർട്ടൻറ്റ് ജെ ക്വസ്റ്റിലോട്ടോ. ഇവിടെ എന്താ പറയണേ? ലെറ്റ് L1 be a line passing through the origin and L2 be a line x plus y equal to 1 if the intercepts made by the circle x square plus y square minus x plus 3y on equal to 0 on L1 and L2 are equal, then L1 is എന്താണ്? നമുക്ക് ക്ലിയർലി ഇവിടെ L1 എന്ന് പറഞ്ഞ ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാനുള്ള. വളരെ ഈസിയാണ്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഇങ്ങനെ സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ ഇക്വേഷൻ തരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താ? അവിടുത്തെ സെന്ററും റേഡിയസും കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ ജനറൽ സൊല്യൂഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് ഇ വൈ പ്ലസ് എഫ് ഈക്വൽ ടു 0 എന്നാണല്ലോ. അപ്പൊ ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ടു ആണ്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്കും മൈനസ് ഓഫ് മൈനസ് 1/2 എന്ന് വരും. അപ്പൊ നമുക്ക് 1/2 എന്ന് കിട്ടും നമ്മളെ എച്ച്. അപ്പൊ എച്ച് 1/2 ആയി. അതിന് അതുപോലെ തന്നെ ഇവിടുത്തെ കെ എന്ന് പറയുമ്പോൾ മൈനസ് ഇ ബൈ ടു ആണ്. ഇതിന്റെ പൊസിഷനിൽ 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് 3/2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് സെന്റേഴ്സ് കിട്ടി, ഒന്ന് 1/2 മൈനസ് 3/2. അപ്പൊ എച്ച് കെ എന്ന് പറയുന്ന സെന്റേഴ്സ് നമുക്ക് 1/2 മൈനസ് 3/2 എന്ന് കിട്ടി. നമുക്ക് രണ്ട് സെന്റേഴ്സ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇവിടത്തെ റേഡിയസ് കണ്ടുപിടിക്കണം. ഇപ്പൊ റേഡിയസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ മൈനസ് എഫ് എന്നായിരുന്നു. അപ്പൊ റൂട്ട് ഓഫ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 3/2 ദ ഹോൾ സ്ക്വയർ മൈനസ് എന്ത് വരും? ഇവിടെ എഫിന്റെ പൊസിഷനിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്താ? മൈനസ് 0 വരും. അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 1/4 പ്ലസ് 9/4 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ റൂട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 5/2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുമ്പോഴത്തേക്കും എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ പ്ലസ് 3/2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. അല്ലെ? എക്സ് മൈനസ് കെ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അല്ലേ? അപ്പൊ ക്ലിയർലി നമുക്ക് ആ റൂട്ട് കിട്ടി. ആൻഡ് ഇവിടെ എന്താ പറഞ്ഞത്? ഈ ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. ഇപ്പൊ ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഇക്വേഷൻ എന്താകും? ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത y is equal to mx ആണ്. അപ്പൊ y is equal to mx വരുമ്പോഴത്തേക്കും നമുക്ക് y mx മൈനസ് y ഈക്വൽ ടു 0. നമുക്ക് അതുപോലെ ലൈൻ 2ന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലൈൻ 2 എന്താ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 എന്നും തന്നു. ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് അടിക്കാം. ഈ ലൈനും ഇവിടുത്തെ സെന്റർ, ന്യൂ സെന്റർ എത്രയായിരുന്നു? 1/2 മൈനസ് 3/2 ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോ ഇവിടെ ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്താ? മോഡുലസ് എ എക്സ് 1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ക്ലിയർലി എന്റെ പൊസിഷനിൽ എന്താ? എ ഈക്വൽ ടു 1 ആണ്, ബി ഈക്വൽ ടു 1 ആണ്, സി ഈസ് ഈക്വൽ ടു -1 ആണ്. x1 x2 ആണ് നമ്മളുടെ 1/2 മൈനസ് 3/2. അത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഡി ഈസ് ഈക്വൽ ടു മോഡുലസ് 1 ഇൻറ്റു 1/2 പ്ലസ് 1 ഇൻറ്റു മൈനസ് 3/2 മൈനസ് 1 ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? റൂട്ടില്ല, മോഡുലസ് 1/2 മൈനസ് 3/2 മൈനസ് 1 ബൈ റൂട്ട് 2 എന്ന് കിട്ടും. ആൻഡ് ഇവിടെ മേളിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് -2 ബൈ റൂട്ട് 2 മോഡുലസ് ആണ്. അപ്പൊ മൈനസ് പോയി, മൈനസ് പോകുമ്പോൾ 2/√2 എന്ന് പറയുമ്പോഴത്തേക്കും √2 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ, നമുക്ക് ഡിസ്റ്റൻസ് കിട്ടി. ഇതുപോലെ തന്നെ വേറെ L1 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് y is equal to mx നമ്മൾ എടുത്ത് ഇവിടുന്ന് mx മൈനസ് y ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ ക്ലിയർലി എന്റെ പൊസിഷനിൽ എന്ത് വന്നു? m വന്നു. ബിന്റെ പൊസിഷനിൽ എന്ത് വന്നു? -1 വന്നു. സി എന്താ? 0 ആണ്. ഇവിടെ ഈ രണ്ട് ലൈനും ഈ സർക്കിൾ ആയിട്ട് എന്താന്ന് പറഞ്ഞു? ഈക്വൽ ഡിസ്റ്റൻസിലാന്ന് പറഞ്ഞു. ആണല്ലോ. അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഡിസ്റ്റൻസ് സെയിം ആ. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസിന് ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു എ എക്സ് 1 പ്ലസ് ബി വൈ 1 മൈനസ് പ്ലസ് സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആ. ഡിസ്റ്റൻസ് എത്ര തന്നെയാ? √2 ആണ്.
അപ്പോൾ √2 ഈക്വൽ ടു മോഡുലസ് എം ഇൻറ്റു 1/2 പ്ലസ് -3/2 ഇൻറ്റു -1 പ്ലസ് 0 ഹോൾ ഡിവൈഡഡ് ബൈ √m² പ്ലസ് 1 എന്ന് വരും. ഇവിടെ ചെയ്യുമ്പോൾ √2 ഈക്വൽ ടു m/2 പ്ലസ് 3/2 ബൈ √m² പ്ലസ് 1 എന്ന് വരും നമുക്ക്. അപ്പൊ ഇവിടെ m+3/2 ഈക്വൽ ടു √2 ഇൻറ്റു √m² പ്ലസ് 1 എന്ന് വന്നു. ഇനി 2 അപ്പുറത്തോട്ട് എടുക്കാം. അപ്പൊ m+3 ഈക്വൽ ടു 2√2 ഇൻറ്റു √m² പ്ലസ് 1 എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ, രണ്ട് സൈഡും കൂടി നമുക്ക് സ്ക്വയർ ചെയ്യാം, റൂട്ട് കളയാൻ. അപ്പൊ സ്ക്വയറിങ് ബോത്ത് സൈഡ് ആണ്. ഇപ്പൊ രണ്ട് സൈഡും കൂടി സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും, m+3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2√2ന്റെ സ്ക്വയർ എത്രയാ, 8 ആണ്. അപ്പൊ മറ്റേതിന്റെ റൂട്ടും പോയി, അപ്പൊ m² പ്ലസ് 1 എന്ന് കിട്ടും. ഇത് നമുക്ക് a+b ദ ഹോൾ സ്ക്വയർ ഫോം അല്ലേ, അത് വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, m² പ്ലസ് 6m പ്ലസ് 9 ഈക്വൽ ടു 8m² പ്ലസ് 8 എന്ന് കിട്ടും. നമുക്കൊരു ജനറൽ ഇക്വേഷൻ ആക്കുമ്പോൾ എല്ലാം ഒരു സൈഡ് ആക്കുമ്പോൾ 7m² മൈനസ് 6m മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എമ്മിന് രണ്ട് വാല്യൂസ് കിട്ടും. ഒന്ന് m is equal to 1 കിട്ടും, അല്ലെങ്കിൽ m is equal to -1/7 എന്ന് കിട്ടും. ഇപ്പൊ m 1 ആണെങ്കിൽ, ഇഫ് m ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ, നമ്മൾ ജനറൽ ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതി എന്താ, mx മൈനസ് y ഈക്വൽ ടു 0. ആ mxൽ എമ്മിന്റെ പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും, x മൈനസ് y ഈക്വൽ ടു 0. ഇനി അല്ലെങ്കിൽ ഇഫ് m is equal to -1/7 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, x ഇൻറ്റു -1/7 മൈനസ് y ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ -7 വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടാൻ പോണെ x പ്ലസ് 7y ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് x മൈനസ് y ഈക്വൽ ടു 0 എന്നും കിട്ടി, അടുത്ത് x പ്ലസ് 7y ഈക്വൽ ടു 0 എന്നും കിട്ടി. നമ്മൾ ഓപ്ഷനിലോട്ട് പോവാം. നമ്മൾ ഓപ്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും x മൈനസ് y ഈക്വൽ ടു 0 ഒന്നുണ്ടോ, ഇല്ല. പക്ഷെ എന്തുണ്ട്, x പ്ലസ് 7y ഉണ്ട്. അത് എത്രാമത്തെ ഓപ്ഷനാ, ഓപ്ഷൻ സി ആണ്. ഇത്രയുള്ളൂ മക്കളെ. ഓൾ ദ ബെസ്റ്റ്.